ഹായ്, നമ്മളിന്ന് നല്ല രുചിയിലും മണത്തിലും ഗുണത്തിലും ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എങ്ങനെയാണ് നമുക്ക് വീഡിയോയിൽ കാണാം. ഇന്ന് നമുക്കെല്ലാം പരിചയപ്പെടും. സാമ്പാർ പൊടിക്കായിട്ട് ഞാൻ 150 ഗ്രാം കടലപ്പരിപ്പെടുത്തിയിട്ടുണ്ട്, 150 ഗ്രാം സാമ്പാർ പരിപ്പെടുത്തിയിട്ടുണ്ട്, ചെറിയ പരിപ്പെടുത്തിയിട്ടുണ്ട്, 150 ഗ്രാം അരി. ഞാൻ എടുത്തിരിക്കുന്ന മട്ട അരിയാണ്. ഏത് അരിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. റേഷൻ അരി ആയാലും പച്ചരി ആയാലും ഏതരി ആയാലും. അത് 150 ഗ്രാം എടുത്തിട്ടുണ്ട്. 150 ഗ്രാം മല്ലി എടുത്തിട്ടുണ്ട്, 150 ഗ്രാം ഉഴുന്ന് പരിപ്പെടുത്തിട്ടുണ്ട്, പിന്നെ 25 ഗ്രാം കുരുമുളക് എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്. ജീരകം ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇതിൽ ജീരകം ചേർക്കുന്നുണ്ട്. 1.5 സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് കടുക്, 50 ഗ്രാം കായം, കട്ടക്കായം, 1 പിടി കറിവേപ്പില, 20ഓളം വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനമാണ് നമുക്ക് സാമ്പാർ പൊടിക്ക് ആവശ്യം. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു ഉരുളിയോ ചീനിച്ചട്ടി ഏതായാലും മതി. അടി കട്ടിയില്ലാത്തതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റില്ല, അത് കരിഞ്ഞു പോകും. ആദ്യം നമ്മൾ വറ്റൽമുളകാണ് വറുത്തെടുക്കാൻ പോകുന്നത്. ഈ തൊണ്ടോട് കൂടി വേണം വറുത്തെടുക്കുക. അതിൻ്റെ ഞെട്ട് എടുത്ത് കളയുമ്പോൾ അതിനകത്ത് പുക ചുറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ തൊണ്ടോട് കൂടി തന്നെ വറുത്തെടുക്കണം. നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ മുളക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് പിടിക്കണം. ആ രീതിയിലാണ് മുളക് വറുത്തെടുക്കാൻ. മുളക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. കടലപ്പരിപ്പ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. സാമ്പാർ പരിപ്പിട്ട് വെക്കാം. അതും ഇതേ രീതിക്ക് തന്നെ വറുത്തെടുക്കണം. നമ്മൾ സാമ്പാർ പരിപ്പും മൂത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് തട്ടാം. അടുത്ത് ഉഴുന്ന് പരിപ്പാണ് വറുത്തെടുക്കാൻ പോകുന്നത്. പരിപ്പും നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. അത് നമുക്ക് ആ പാത്രത്തിൽ തന്നെ തട്ടിക്കൊടുക്കാം. നമുക്ക് മല്ലി വറുത്തെടുക്കാം. ഞാൻ ഇത്തിരി കൂടുതൽ തയ്യാറാക്കുന്നത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനാണ്. നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. മല്ലി മൂത്ത് വരുന്നുണ്ട്, എന്താ പൊട്ടിയൊക്കെ വരുന്നുണ്ട് മല്ലി. മല്ലി മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഇതിലിടാം. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയെല്ലാം നല്ലവണ്ണം പൊട്ടി മൂത്തിട്ടുണ്ട്. നമുക്കിനി അത് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് അല്പം ജീരകം ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടണ്ട, ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. എല്ലാം വെന്ത് മൂത്ത് കഴിഞ്ഞു. നമുക്ക് ഇതിലോട്ട് തട്ടാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം.
നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. വേണ്ട പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരണം. നമുക്ക് പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. നമ്മൾ അവസാനം കായം മുട്ടിച്ചെടുക്കാൻ പോയാണ്. എണ്ണ ഒന്നും ഒഴിക്കണ്ട, ചുമ്മാ ഇങ്ങനെയിട്ട് വറുത്തെടുക്കാൻ മതി. കായം മൂത്തിട്ടുണ്ട്. ദാ ഇങ്ങനെ നമ്മൾ അമർത്തുമ്പോൾ ദാ ഇങ്ങനെ ഒരു ഇതിലാണ് നമുക്കെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു പരുവമുണ്ട്. കായം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തട്ടിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. കൂടുതൽ വറുത്തെടുത്തിരിക്കുന്നത് എനിക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുവാനാണ്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എടുത്ത്. നമുക്ക് കുറച്ച് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. നമുക്ക് കുറച്ചായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. നമ്മുടെ സാമ്പാർ പൊടി തയ്യാറായിട്ടുണ്ട്. എല്ലാം നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എരിവനുസരിച്ച് ചെയ്താൽ മതി. നല്ലോണം കുപ്പിയിൽ വേണം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 4-5 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.